അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ തക്കിടുവിന്റെ കാതൂത്ത്. തക്കടോ കാതുത്താൻ പോവാ? പേടിണ്ടാ? കരയോ? കരയോ? കരയില്ല പറയ്. തക്കടുവിന്റെ ഔട്ട്ഫിറ്റ്. തക്കിടുവിനെ ഒരു കുഞ്ഞു മണവാട്ടിയാക്കിയിട്ടാണ് നമ്മൾ കാതുകുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയാവാൻ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാം നന്നായി അടങ്ങിയിരുന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴും ചൂടെടുത്തപ്പോ ഒന്ന് കരയാൻ തുടങ്ങി. കണ്ണാടി നോക്കി, കണ്ണാടി നോക്കിക്കാ. യാ മോളെ ചുന്ദരി, അയ്യോ ചുന്ദരി. അങ്ങനെ ഇതാ ഒരുങ്ങി നല്ല സുന്ദരി മണവാട്ടിക്കുട്ടിയായിട്ട് നമ്മൾ കാതുകുത്താൻ പോവുകയാണ്. നമ്മൾ എടപ്പാളുള്ള മലബാർ ഗോൾഡിലേക്കാണ് കാതുകുത്താൻ വന്നേക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ കാക്കുവിൻ്റെ അനിയത്തിയുടെ കുട്ടിയും അനിയൻ്റെ കുട്ടിയൊക്കെ കാതുകുത്താൻ വേണ്ടിയിട്ട് നല്ല സുന്ദരി മണവാട്ടിക്കുട്ടികളായിട്ട് ആദ്യമേ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ വന്ന് തക്കിടുവിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോ പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു വ്ളോഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണാത്തവർ പോയിട്ട് കാണണം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നന്നായിട്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ടിങ്സ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ 3 മണവാട്ടി കുട്ടികളും? നിങ്ങളെ അഭിപ്രായം പറയണേ. ഇത് നമ്മുടെ മണവാളൻ ചെക്കനാണ് കേട്ടോ. കാക്കുവിൻ്റെ വീട്ടിൽ പേരക്കുട്ടികളെല്ലാവരും പെൺകുട്ടികളാണ്, ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്. ഞങ്ങൾ തലേ ദിവസം തന്നെ മലബാർ ഗോൾഡിൽ പോയിട്ട് കമ്മലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വർണ്ണത്തിന് വില കൂടുകയാണെങ്കിലും കാതുകുത്തുമ്പോൾ ഒരു തരി പൊന്നെങ്കിലും വേണ്ടേ. അങ്ങനെ ഇതാ എല്ലാവരും കാതുകുത്തി. എല്ലാവരും നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. സാരമില്ല, കാതുകുത്തുമ്പോൾ കുഞ്ഞുവാവകളാകുമ്പോൾ എന്തായാലും ഒന്ന് കരയുമല്ലോ അല്ലേ. അങ്ങനെ കാതുകുത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.